നമസ്കാരം. 20 വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് ജോസഫ് വാളകം വാർഡ് കൺവെൻഷൻ അഡ്വക്കേറ്റ് മാത്യൂസ് ജോർജ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പതാക ഉയർത്തൽ ചടങ്ങ് ജയ് ജയ് കേരള കോൺഗ്രസ്, ജയ് ജയ് കേരള കോൺഗ്രസ്, ജയ് ജയ് PJ ജോസഫ്, ജയ് ജയ് PJ ജോസഫ്, ജയ് ജയ് മാത്യു ജോർജ്, ജയ് ജയ് മാത്യു ജോർജ്. കേരള കോൺഗ്രസിന്റെ 22ാം വാർഡിന്റെ കൺവെൻഷൻ എന്ന് വെച്ചെങ്കിലും അത് രാഷ്ട്രീയം നമ്മുടെ പാർട്ടി എന്നുള്ളതല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ്സുകാരെ മാത്രമല്ല. നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസം ചെയ്ത് 10 A+ കരസ്ഥമാക്കിയ നല്ല മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികൾ, അവർക്കൊരു അനുമോദനം കൊടുക്കണം, അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാം പേരിൽ നമ്മൾ ഇന്നിവിടെ മൊമെൻറ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ വാളകം 22ാം വാർഡ് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യൂസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഭരണ പ്രവർത്തനവും ഭരണപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു കുടുംബ വാഴ്ച മാത്രമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായിയും അതുപോലെ തന്നെ റിയാസും വീണയും ചേർന്ന ഒരു കറക്ക് കമ്പനി നമ്മുടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതി മാത്രമേ ഇവിടെയുള്ളൂ, തൂർത്ത് മാത്രമേ ഇവിടെയുള്ളൂ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോകുന്നു. ദേശീയപാത നമ്മളിപ്പോൾ കണ്ടതാണ്. 100 കിലോമീറ്റർ കണക്കിന് ദേശീയപാത നെടുകെ കീറി നശിച്ച് ഇരിക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കിടക്കും. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അടുത്ത തവണ UDF അധികാരത്തിൽ വരണം, UDF സർക്കാർ അധികാരത്തിൽ വരണം. അല്ല എങ്കിൽ നമ്മൾ വീണ്ടും ദയനീയമായി നമ്മുടെ ജീവിതം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിണറായി വിജയനെ തുടർ ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം നമുക്കിവിടെ ഉണ്ടാവണം. UDF അധികാരത്തിൽ വരുന്നതിന് അശ്രാന്തമായ പരിശ്രമം നമുക്കുണ്ടാവണം. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പരിപാടി 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. വാളകം 22ാം വാർഡിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ് ശല്യവും പന്നിക്കുരങ്ങ് ആക്രമണവും മൂലം കർഷകരും നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാളകം. തെരുവ് നായ് ഭീഷണി മൂലം കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇടമുളയ്ക്കൽ ഉമ്മന്നൂർ പഞ്ചായത്ത് അതിർത്തികളിൽ വരുന്ന വാളകത്ത് പഞ്ചായത്ത് അധികാരികൾ തെരുവുനായ് ശല്യം ഒഴിവാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മാത്യൂസ് ജോർജ് ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാർ കുറെ കിറ്റ് കൊടുത്താണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ കടമ ഇതിനെ പിടിച്ച് താഴെ ഇറക്കിയിടുക എന്നുള്ളതാണ്. അതിന് എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അടുത്ത സമയത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വാർഡ് കൂടാതെ നമുക്ക് കിട്ടാനുള്ള ബ്ലോക്കിൻ്റേത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, ഇതിൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നേടിയെടുക്കുന്ന നേതാക്കന്മാർ അതിൻ്റെതായ മുകളിലുള്ള നേതാക്കന്മാരുമായി സംസാരിച്ച് നമുക്ക് അർഹമായ സീറ്റ് കരസ്ഥമാക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് അറക്കൽ മണ്ഡലം പ്രസിഡന്റ് KJ വിഷ്ണു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ C മോഹനൻ പിള്ള, ഹൈപ്പവർ കമ്മിറ്റി അംഗം കൊടിയാട്ട് ബാലകൃഷ്ണപിള്ള, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K അനിൽ, ബേബി മാത്യു, പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗീത സുഗുനാഥ്, KTUC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശശിധരൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് N മുരളീധരൻ പിള്ള യോഗത്തിന് സ്വാഗതം ആശംസിക്കുകയും നിയോജക മണ്ഡലം സെക്രട്ടറി K സുരേന്ദ്രൻ പിള്ള കൃതജ്ഞതയും പറഞ്ഞു. റേഷൻ കട ജംഗ്ഷനിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് N മുരളീധരൻ പിള്ള പാർട്ടി പതാക ഉയർത്തിയതിനു ശേഷം സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് SSLCക്ക് A+ നേടിയ 10 വിദ്യാർത്ഥികൾക്ക് പാർട്ടി അറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ മൊമെന്റോ നൽകി ആദരിച്ചു. 150 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായ വിതരണവും ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പിള്ളയുടെ വസതി കോമ്പൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നത്. 20 വിഷൻ ന്യൂസ്. 4 തവണയായി UDFന്റെ സഹായത്തോടെ കേരള കോൺഗ്രസ് നമ്മുടെ വിഭാഗം മെമ്പർ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീമാൻ C മോഹനൻ പിള്ള അവர்கள் കൂടാതെ മറ്റു നല്ലവരായ പ്രവർത്തകർ. അതുകൊണ്ട് മാത്രമാണ് 4ാം തവണയും നമുക്ക് ഈ വാർഡിൽ നിന്ന് ജയിച്ച്
മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇപ്പോഴത്തെ നമ്മുടെ 22-ാം വാർഡ് പല രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടി 23-ാം വാർഡായി മാറിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് പൂർവാധികം ഭംഗിയോടെ നല്ല ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.